അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പാസ്തയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിലേക്ക് കുറച്ച് ചിക്കൻ പൊരിച്ച ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാളയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ക്യാരറ്റും ഒരു 6 ബീൻസും കൂടെ ഇതിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ഉരുളക്കിഴങ്ങിനെ ഇതിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂണ് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട ശേഷം ഇളക്കുക. പിന്നെ ഇതിലേക്ക് 2 തക്കാളി അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇവിടെ ബീഫാണ്, ഇത് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ബീഫാണ്. അതും കൂടി കട്ട് ചെയ്ത് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. പിന്നെ പാസ്ത നേരത്തെ തന്നെ കുക്കാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വളരെ ടേസ്റ്റാണ് ഈ ബീഫ് വെച്ചുണ്ടാക്കിയ പാസ്ത. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല രുചിയാണ്, നല്ല അങ്ങനെ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.